ശബരിമല സന്നിധാനത്തേക്കുള്ള ADGP MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ADGPക്കൊപ്പം 2 പേർ കൂടി ട്രാക്ടറിലുണ്ട്. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇതിൽ വിശദീകരണമൊക്കെ ഇതിനോടകം തന്നെ ADGP നൽകിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ്? അതായത് അനുജ, ഒരു സംസ്ഥാനത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിന് നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 12-ാം തീയതി രാത്രി ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലുള്ള പോലീസിന്റെ സ്വന്തം ട്രാക്ടറിൽ ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നതാണ് ഈ ദൃശ്യങ്ങളുടെ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് പമ്പ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തത്. ആ കേസെടുത്തത് ഈ ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ദേവസ്വം കമ്മീഷണർ പരിശോധിച്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ പമ്പ പോലീസ് എന്തായാലും കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച വീണ്ടും ഈ MR അജിത് കുമാറിന്റെ വിവാദ ട്രാക്ടർ യാത്രയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഹൈക്കോടതി എന്തായാലും പരിഗണിക്കും. ആ ഘട്ടത്തിൽ ഈ സർക്കാരിന്റെ വിശദീകരണം ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയോടും ഈ വിഷയത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയും അന്ന് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിക്ക് മുന്നിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആദ്യഘട്ടത്തിൽ ഇപ്പൊ പമ്പയിൽ ട്രാക്ടറിൽ കയറാൻ ഉദ്ദേശിച്ചിരുന്ന ADGPയെ അവിടുത്തെ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇത് ഹൈക്കോടതി ഉത്തരവുണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഈ ഘട്ടത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശം ഇടപെടലിനെ തുടർന്നാണ് MR അജിത് കുമാറിനും ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരെയും ഇത്തരത്തിൽ ട്രാക്ടറിൽ കയറ്റി മല കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് മുമ്പിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഏറ്റവും ഒടുവിൽ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ADGPക്കെതിരെ ഉയർത്തിയത്. ദൃശ്യങ്ങൾ കൂടി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഈ സാധാരണക്കാർ പാലിക്കേണ്ട ഒരു നിയമം അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാധകമല്ലേ എന്നൊരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. അനുജ.